മൂന്നാറിൽ നിന്ന് ശേഖരനാണ്. ശേഖരൻ ചോദിച്ചോളൂ. പറയൂ സാറേ. ഈ നടുവേന ചെറുപ്പം ലോഡിംഗ് ആയിരുന്നു, കെട്ട് ലോഡിങ്ങിന്റെ. അതിനാണ് ഈ നടുവ് ഡിസ്കിന് ഇച്ചിരി തീരുമാനമുണ്ട്. എന്താണ്, എനിക്ക് 49 വയസ്സായി. 49 വയസ്സ്. ഓക്കെ. 49 വയസ്സ്. കാലിലേക്ക് വേദന തരിപ്പോ എന്തെങ്കിലും ഉണ്ടോ? കാലില്ല, കൈക്ക് മാത്രമേ ഉള്ളൂ തരിപ്പ്. 2 കൈക്ക്. ഈ വേറെ നമ്മള് ഗ്ലാസ് ചായ കുടിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ. ഫോണൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാണോ? ഫോൺ പിടിക്കാൻ ബസ്സിൽ മുകളിൽ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? കൈക്ക്. ഓക്കെ. തരിപ്പ് കാരണമുണ്ട്. കാലില് തരിപ്പ് കടച്ചിലൊന്നും ഇല്ല അല്ലേ? കാലിലില്ല, 2 കൈപ്പത്തിക്കാണ് സാർ. ശരി. ഈ കൈപ്പത്തിയുടെ തരിപ്പും നടുവേദനയായിട്ട് ബന്ധമുണ്ടാവാനുള്ള സാധ്യതയില്ല. നടുവേദന നിങ്ങൾ ഈ മാനുവൽ ലേബർ, അതായത് ഹെവി ആയിട്ടുള്ള ഈ ലോഡിംഗ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നട്ടെല്ലിന് ഡിസ്ക് ലോഡിംഗ് വർക്ക് ആകുമ്പോൾ നട്ടെല്ലിന് തേയ്മാനം നമ്മൾ കുറച്ച് വേറെ ടയർ. പറഞ്ഞോളൂ. ഒരു സെക്കൻഡ്. ഹലോ. ഈ വെല്ലടി ഇച്ചിരി കൂടുതലാണ്. അതിപ്പോ വെല്ലടി നിർത്താൻ പറ്റുമോ? അത് നിങ്ങൾ എന്തായാലും ഒരു അടുത്തൊരു ഡോക്ടറെ കാണിച്ച് ഡി അഡിക്ഷൻ സെന്ററിൽ എങ്ങാനും പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് വേറൊരു കോള് കൂടിയുണ്ട്. മലപ്പുറത്ത് നിന്നാണ്. ചോദിച്ചോളൂ. എനിക്ക് നടുവേദന വന്നിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ഓക്കെ. എന്തിനായിരുന്നു ചെയ്തത്? അത് എനിക്ക് പിന്നെ കാൽ രണ്ടും മരക്കി, അപ്പൊ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു. അപ്പം L1 L2 അങ്ങനെയാണ്ടോ അത് പിന്നെ ഡാമേജ് ആയി. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എനിക്ക് അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാല് മരയ്ക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇനിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ നമുക്ക് ഇത് എനിക്ക് പറഞ്ഞത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ L1 L2 ലെവലിൽ ഓപ്പറേറ്റ് ചെയ്തു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ നമുക്ക് രണ്ടാമത് കാലിൽ തരിപ്പും ബുദ്ധിമുട്ടും വന്നു. അപ്പോൾ നമുക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം, അത് അടുത്ത ലെവലിലോ അല്ലെങ്കിൽ താഴെയുള്ള ലെവലിലൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് ആണോ നോക്കുക. എന്നിട്ട് താഴെയുള്ള പ്രശ്നം ലെവലിൽ ഇതേമാതിരി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ സർജറി ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ അത് MRI എടുത്തു. അപ്പൊ ഡോക്ടർ MRI എടുത്തു. അപ്പം അവര് പറയുന്നത് ഡോക്ടർ പിന്നെ ഒരു 3-4 ഡോക്ടർ ചെന്ന് കഴിഞ്ഞപ്പോ ഇനി ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഒരു ഡോക്ടർ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു നമുക്ക് വേണ്ടത് ഒന്നുകൂടെ ചെയ്യാം, അതങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഇനിയും നമുക്ക് ചെയ്തെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ. ഓപ്പറേഷൻ ചെയ്യുന്നത് സെയിം ലെവലാണോ ഡിഫറെന്റ് ലെവലാണോ? എന്താണ് ഡോക്ടർ പറഞ്ഞത്? സെയിം ലെവലാണെന്നാ പറഞ്ഞത്. അവിടെ എന്തോ പിന്നെ ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽപ്പുണ്ട്. സെയിം ലെവലിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെയ്തിട്ട് സ്ക്രൂ ആണ്ട് വിടണമെന്ന് പറഞ്ഞു. ഇല്ല, സാധാരണ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. കാരണം നമുക്ക് എല്ലാരും പറയും ഇനി ചെയ്ത് കഴിഞ്ഞാൽ വീൽ ചെയറിലാവും എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. ഇല്ല, നിങ്ങൾക്ക് അതായത് ബുദ്ധിമുട്ടുണ്ട്, അത് MRIയിൽ കറസ്പോണ്ടിങ് ആയിട്ട് കംപ്രഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് രണ്ടാമത്തെ റിവിഷൻ സർജറി ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. റിവിഷൻ സർജറിയുടെ സക്സസ് റേറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു പ്രൈമറി സർജറി. അതായത് ഫസ്റ്റ് സർജറിയായിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആണ് റിസൾട്ട്. അങ്ങനെ വീൽ ചെയറിലാവുക, കിടന്നു പോവുക അങ്ങനെയൊന്നുള്ള സാധാരണ കാണാറില്ല. നിങ്ങൾ ചെയ്യുന്നത് ഓൺലി തിങ് എക്സ്പെർട്ടായിട്ടുള്ള സ്പൈൻ സർജൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ എനിക്ക് ഇപ്പം 2 ദിവസമായിട്ട് പിന്നെ കൈ പൊക്കുമ്പോഴൊക്കെ നല്ല വേദന. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഡോക്ടറെ ചെന്നപ്പോ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. തോളിന് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ അത് ഏകദേശം കുറഞ്ഞ പോലായി. ഗുളിക തന്നപ്പോ ഒരു 10 ദിവസത്തേക്ക് ഗുളിക തന്ന് തന്നെ വിട്ടു. അപ്പൊ ഒന്നര ഡോക്ടറെ ചെയ്തപ്പോൾ പറഞ്ഞു ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണം കൈയുടെ അവിടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു മെയിനൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോ മൈത്രയിൽ തന്നെ പോയി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പിന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു തോന്നുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തതോടെ എനിക്ക് ശരിക്കും ഒരു 50% ഓക്കെ. എന്തായാലും നിങ്ങൾ മിക്കവാറും ഈ ഷോൾഡർ പ്രോബ്ലം മിക്കവാറും റൊട്ടേറ്റർ കഫ് ടെൻഡിനൈറ്റിസ് പറയുന്ന പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇനീഷ്യലി സ്റ്റിറോയിഡ് ആയിരിക്കും മിക്കവാറും ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടാവുക. അത് നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം സാധാരണ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഒരു 6 months എങ്കിലും നന്നായിട്ട് അഗ്രസീവ് ഫിസിയോതെറാപ്പി ചെയ്തിട്ടേ നമ്മൾ സർജറി, എന്നിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ സർജറി ചെയ്യാറുള്ളൂ. ഓക്കെ.
ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നമുക്ക് ഇനിയും ഒരുപാട് കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം തിരിച്ചു വരാം. കോൾ പറഞ്ഞ പോലെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാനൊക്കെ ചിലർക്ക് ഒരുപാട് ഭയമുണ്ട്. വീൽ ചെയറിലായി പോവോ അല്ലെങ്കിൽ കിടന്നു പോകുന്നൊക്കെ ഒരു ടെൻഷനുണ്ട് പലപ്പോഴും നടുവേദനയ്ക്ക്. അപ്പം അതെന്താണ്, അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ ഈ ശസ്ത്രക്രിയ നടത്തുമ്പോൾ? ഇല്ല, ശസ്ത്രക്രിയയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 2-3 പ്രശ്നങ്ങളാണ് സാധാരണ സർജറിയിൽ. ഏറ്റവും എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് കോംപ്ലിക്കേഷൻ, സ്പൈൻ സർജറിനെ പറ്റിയിട്ട് സർജറിനെ പറ്റി കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ഇൻഫെക്ഷനാണ്. അതായത് ഏത് ഭാഗത്തും നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ അത് പഴുപ്പ് വരുന്ന മാതിരി തന്നെ ആ ഒരു ഇൻഫെക്ഷൻ, അത് എല്ലാ സർജറിക്ക് വരുന്ന അതേ റിസ്ക് തന്നെയാണ് സ്പൈൻ സർജറിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു 100% വെച്ച് പറയുകയാണെങ്കിൽ 100%, 1% ആണ് സാധാരണ കീ ഹോൾ ഡിസ്കെക്ടമിക്ക്, അല്ല ലെസ് ദാൻ 1%. നമ്മൾ സ്ക്രൂസ് ഇടുക അങ്ങനത്തെ കേസുകളാണ് 2 to 3%. അതായത് 97 പേർക്കും പ്രശ്നം ഉണ്ടാവില്ല, ഒരു 3% ആൾക്കാർക്കാണ് ഇത് വരിക. അല്ലാതെ പാരാലിസിസ് വരിക, കിടപ്പിലാവുക, വീൽ ചെയറിൽ പോവുക, അതൊക്കെ മേ ബി 1 in 1 lakhs, അതായത് ഒരു ലാഖ് സർജറിക്ക് ചെയ്താൽ അത്രയും റയറാണ് ഇന്ന്. പക്ഷേ ഒരു കോമൺ എല്ലാവരും പറഞ്ഞ് നട്ടലിന് ഓപ്പറേഷൻ ചെയ്താൽ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരും വീൽ ചെയറിൽ, അതൊരു ആൾക്കാർ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒരു ലേമൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ സ്പൈൻ സർജറി ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തു. ക്വാളിഫൈഡ് ഉള്ള സെൻറ്റേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അഡ്വാൻസ് ടെക്നോളജീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പേഷ്യൻ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളും ഒരാളെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ആൾ നടന്ന് കാണണം, അവർ ബെറ്ററായി പോകുന്നതാണ് ഡോക്ടേഴ്സും വിചാരിക്കുന്നത്. അപ്പോൾ സ്പൈൻ സർജറി അങ്ങനെ ഒരു ആരും വിചാരിക്കുന്ന ഒരു മാതിരി എൻ സ്റ്റേജ് സർജറി അല്ല. എല്ലാ സർജറിക്കും റിസ്ക് ഉണ്ട്. ആ റിസ്ക് മാത്രമേ സ്പൈൻ സർജറിക്കുള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട്, മലപ്പുറത്ത് നിന്ന് അഷ്റഫാണ്. അഷ്റഫ് ചോദിച്ചോളൂ. ഹലോ, പറയോ. ഹലോ ഹലോ, കണ്ണൂർ അഷ്റഫ് എന്നാണ് വിളിക്കുന്നത്. പറയൂ. എനിക്ക് 38 വയസ്സുണ്ട്. ഞാനിപ്പോ ഒരു 10 വർഷമായിട്ട് ലോഡിങ്ങിന്റെ പണി എടുക്കുന്നു, മരുന്ന് തടി ലോഡിംഗ് ആണ്. അപ്പൊ ഏകദേശം 2 മാസമായിട്ട് ഈ നടുവിന്റെ ഒരു സൈഡിൽ നിന്നാണ് വേദന. ആ വേദന കാലിലേക്ക് ഉണ്ടോ? കാലിന്റെ മുട്ടിനുണ്ട്. അല്ലാതെ കാലിലേക്ക് നടുവേദന ഇറങ്ങി വരുന്നില്ല? കാലിലേക്കില്ല, നടുവിന്റെ സൈഡ്, നടു സെന്ററിലില്ല, ഒരു സൈഡ്, അടുത്ത ഭാഗത്ത് സൈഡായിട്ടാണ് വേദന. കുനിഞ്ഞ് നിവരുമ്പോൾ മാത്രമാണോ വേദന ഉള്ളൂ? അല്ലാതെ ഇപ്പൊ നമ്മള് ഈ നിസ്കരിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് ചെറുതായിട്ട് വേദന വരുന്നുണ്ട്. ശരി. എന്തായാലും നിങ്ങൾ ഇത് ഒരു അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്ത് എന്തായാലും നോക്കേണ്ടി വരും. അതിനുശേഷം വലിയ മേജറായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഫിസിയോതെറാപ്പിയും റെഗുലറായിട്ട് എക്സസൈസും ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഈ ഒരു ജോലി തന്നെ, ഇത് ബാക്ക് പെയിൻ വരാൻ ഭയങ്കര റിസ്ക് ഉള്ള ഒരു ജോലിയാണ്. ഇപ്പം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഈ കുട്ടികളിൽ പോലും ഇന്ന് നടുവേദന കാണുന്നുണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് ഈ കുട്ടികളിലേക്കും യുവാക്കൾക്കിടയിലേക്കൊക്കെ കൂടുതലായിട്ടും ഈ നടുവേദന, ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രായമായവരെക്കാട്ടും കൂടുതൽ ഇപ്പോൾ മധ്യവയസ്കരെക്കാട്ടൊക്കെ കൂടുതൽ ഇപ്പോഴും കുട്ടികൾക്കും അതോടൊപ്പം തന്നെ യുവാക്കൾക്കാണ്. അവരിലേക്ക് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ നടുവേദനയൊക്കെ കാണപ്പെടാൻ വരാനുള്ള കാരണം? കുട്ടികളുടെ നടുവേദന ആകുമ്പോൾ നമ്മൾ എപ്പോഴും അതൊരു, ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡേഞ്ചറസ് ആയിട്ടാണ് സാധാരണ ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യുക. കാരണം കുട്ടികളിൽ അതിൽ അബ്നോർമാലിറ്റീസ്, ഈ ഡിസ്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കില്ല കോമൺ. അപ്പോൾ നമ്മൾ അതിന് വേറെ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നട്ടലിൽ പൊട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളുണ്ടാവാം, നട്ടലിൻ്റെ ഞരമ്പ് സുഷുമ്ന നാഡിക്ക് എന്തെങ്കിലും നീർക്കെട്ടോ ട്യൂമേഴ്സോ അങ്ങനെ എന്തെങ്കിലും. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡേഞ്ചറസ് ആയി നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഇല്ല, എക്സ്റേ എടുക്കണം, MRI എടുക്കേണ്ടി വരും, അത് പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പാക്കണം. കുട്ടികളുടെ ഇപ്പോൾ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എന്താണ് കോമൺ എന്നുള്ളത്. കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പുറത്തിറങ്ങിയുള്ള കളിയും അതേമാതിരിയുള്ള ആക്ടിവിറ്റീസും കുറയും, ഇരുത്തം കൂടുതൽ, മൊബൈൽ യൂസ് കൂടുതൽ, TV കാണൽ കൂടുതൽ, അങ്ങനെയുള്ള കാരണം കൊണ്ട് അതായത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കുട്ടികളുടെ ബാക്ക് പെയിൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൂടാനുള്ള കാരണം. പക്ഷേ ഏതൊരു കുട്ടി വന്നു കഴിഞ്ഞാലും ബാക്ക് പെയിൻ ആയി വന്നു കഴിഞ്ഞാലും നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. മലപ്പുറത്ത് നിന്നൊരു ഷെരീഫ് എന്ന കോളർ കൂടി ഉണ്ട്. ഷെരീഫ് ചോദിച്ചോളൂ. ഹലോ സാർ, എന്റെ കൈ ലെഫ്റ്റ് സൈഡിലെ കൈ ഷോൾഡറിന് ഭയങ്കര വേദന. ഓക്കെ, എത്ര നാളായി? അത് ഈ തുടങ്ങിയിട്ട് 1 വർഷത്തിന് മേളായി. ഷുഗർ ഉള്ള ആളാണോ? ഷുഗർ ഉണ്ടോ? ഡയബറ്റീസ് ഉണ്ടോ? ഷുഗർ ഉണ്ട്. കൺട്രോളാണോ ഷുഗർ? കൺട്രോള്, മരുന്ന് കഴിക്കുമ്പോൾ കൺട്രോളാ. ഓക്കെ, രാത്രിയിൽ വേദന കൂടുന്നുണ്ടോ? രാത്രി എപ്പോഴെങ്കിലൊക്കെ, അത് കണ്ടിന്യൂ ആയിട്ട് വേദന ഇല്ല, എപ്പോഴെങ്കിലൊക്കെ വേദന വരും. ഓക്കെ, എന്തായാലും അത് നമ്മൾ 1 year ആയുള്ളത് കൊണ്ട് എന്തായാലും എക്സ്റേ എടുത്ത് നോക്കണം, ബോൺസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കണം. മിക്കവാറും അത് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും എക്സ്റേ എടുത്ത് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്ത് എന്തായാലും പരിശോധിക്കണം. അത് രോഗിനെ പരിശോധിച്ച് നോക്കും വേണം എന്തുകൊണ്ടാണ്, ഏത് ഭാഗത്തു നിന്നാണ് പെയിൻ വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ ജോയിന്റ്, കൈന്റെ ഷോൾഡർ അല്ലേ?
ഷോൾഡറിൽ. ആ, അതിനെ ഒരു ഡോക്ടറെ കാണിച്ച് അത് ഷോൾഡർ ജോയിൻറ്റിന് പല കാരണങ്ങളുണ്ട് പെയിൻ വരാൻ. ലിഗമെന്റ്സ് കൊണ്ട് വരാം, ബോൺസ് കൊണ്ട് വരാം, അതിൻ്റെ ഉള്ളിലുള്ള റൊട്ടേറ്റ് കഫ്, അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്ത് നോക്കണം. ഓക്കെ, നമുക്കൊരു ഇടവേള കൂടി ഉണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. നമുക്ക് ഏകദേശം സമയം തീരാറായി. അവസാനമായിട്ട് ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കിപ്പം നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ് കുറേ ചികിത്സാ രീതികൾ പുതുതായിട്ടൊക്കെ നമുക്കിതിൽ വന്നിട്ടുണ്ട്. നടുവേദനയ്ക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ്, എപ്പോൾ ഏതൊക്കെ പുതിയതായിട്ട് ഏതൊക്കെ ഒരു ചികിത്സാ രീതികളാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു. ഒരു നടുവേദന വന്നാൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് വന്നൊരു വേദന പോയി കഴിഞ്ഞാൽ ഇനി നമ്മളത് വരാതിരിക്കുക, അല്ലെങ്കിൽ പ്രിവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അപ്പോൾ അത് വെയിറ്റ് റിഡക്ഷൻ വേണ്ടി വരും, നമ്മൾ റെഗുലറായിട്ട് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, റെഗുലറായിട്ട് വാക്കിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കിനി രണ്ടാമത് വേദന വരാതിരിക്കാനുള്ള ഇത് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇരുത്തം എങ്ങനെയാണ്, നമ്മുടെ വെയിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നൂതനമായുള്ള ചികിത്സ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പം ലേറ്റസ്റ്റ് ആയി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഏറ്റവും MRI അങ്ങനത്തെ എല്ലാ നെർവ് കണ്ടക്ഷൻ അങ്ങനത്തെ ഉള്ളത്. ഫസ്റ്റ് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യുക. അത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ടുള്ള സർജറിയാണ് സർജറി, ഓപ്പറേഷൻ അല്ല ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ റെഗുലറായിട്ട് പോസ്ചറൽ ചേഞ്ച് ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടെവർ ആ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലം കറക്റ്റ് ചെയ്യുക. അതിനുശേഷം പ്രിവെൻഷൻ, ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് നമുക്കൊരു നോർമൽ ലൈഫായിട്ട്. ഒരിക്കൽ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അങ്ങനെ പോകുന്ന പ്രശ്നമൊന്നും അങ്ങനത്തെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ സമയം തീർന്നിരിക്കുകയാണ്. എന്തായാലും ചികിത്സ കഴിഞ്ഞിട്ടും അതിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം, ശ്രദ്ധിക്കണം ആരോഗ്യം എന്നത് തന്നെയാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെക്കുന്നത്. വളരെ നന്ദി, ഈ ഷോയിൽ പങ്കെടുത്തിരുന്നത് വളരെ നന്ദി. എന്തായാലും നമ്മുടെ ഡോക്ടറുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.